എടാ, എൻ്റെ ഫാദർ ഫിഷർമാനാണ്. നിങ്ങളോട് എപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഒരു അക്ഷരം നിങ്ങൾ സംസാരിച്ചിരുന്നു. അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ പാരൻസിനെങ്കിലും കാണിച്ചു കൊടുക്കാൻ വേണ്ടി. മറ്റേത് എക്സാമിനേക്കാൾ ഏറ്റവും നല്ല മാർക്ക് ഉണ്ടാവില്ല ഓണം എക്സാമിനാണ്. പോയതിനെ പറ്റി ചിന്തിക്കരുതെന്ന് എന്നാൽ ചിന്തിക്കണം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയെന്ന് പറഞ്ഞ് വഴിചാരം, ടെക്സ്റ്റ് ബുക്ക് മാറിയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വഴിചാരം, ക്വസ്റ്റ്യൻ പേപ്പർ ടഫായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാം. ഒരിക്കലും വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരിലല്ല മാർക്ക് വരാം. ഓണം വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ ഓരോ ദിവസങ്ങളിൽ ഓരോ പീരീഡിലായിട്ട് നമുക്ക് ആൻസർ ഷീറ്റ് കിട്ടും. ആൻസർ ഷീറ്റ് കിട്ടരുതെന്നാണ് ബഹുഭൂരിപക്ഷം കുട്ടികളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ആശങ്ക. അതായത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് അതിലുണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് നമുക്ക് ഓണപ്പരീക്ഷ കഴിയുമ്പോൾ എല്ലാ വർഷങ്ങളിലും മറ്റേത് എക്സാമിനേക്കാളും ഏറ്റവും നല്ല മാർക്ക് ഉണ്ടാവില്ല ഓണം എക്സാമിനാണ്. ഇപ്രാവശ്യം അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. സാർ, ഇങ്ങനെയൊക്കെ ആയിട്ടും ഓരോ ആൾക്കാരും പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഈസിയാണ്, ഞങ്ങൾ പറഞ്ഞതേ വന്നുള്ളൂ എന്നുള്ള വീഡിയോ മാത്രം ചെയ്യാതെ ഞങ്ങൾക്ക് വേണ്ടി ഒരു അക്ഷരം നിങ്ങൾ സംസാരിച്ചിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ടഫാണെന്ന് സംസാരിച്ചിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ പാരൻസിനെങ്കിലും കാണിച്ചു കൊടുക്കാൻ വേണ്ടി. എന്തിന്? ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുമെന്ന് നിങ്ങളോട് ആദ്യമേ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ മക്കളെ. ഞാൻ അടക്കമുള്ള ഓരോ അധ്യാപകരും നമ്മൾ പറഞ്ഞില്ല ക്വസ്റ്റ്യൻ പാറ്റേൺ മാറും, അത് നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനത്തേക്ക്, അതായത് മെയിൻ പബ്ലിക് എക്സാമിന് മാറ്റാതെ ഇപ്പം തന്നെ മാറ്റി വരുന്നത് നിങ്ങളുടെ ക്വാളിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു സ്റ്റോറി പറയാം നിങ്ങളോട്. എടാ, എൻ്റെ ഫാദർ ഫിഷർമാനാണ്. നിങ്ങളോട് എപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് പുലർച്ചെ ഒരു 5 മണി സമയത്തേക്ക് പോകും. എപ്പോഴാണ് തിരിച്ചു വരാമെന്ന് നമുക്ക് ഒരിക്കൽ പോലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വളർത്തി ഇങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ പടുകൂമ്പാരത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ +2 കഴിയുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് പുറത്തു പോയി ഇങ്ങനെ വേറെ പഠിക്കാനൊക്കെ പോകുന്നത്? അതിന് നല്ല പൈസ അല്ലേ, ഞാനിപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകാം. ഞാനതിങ്ങനെ വീട്ടിൽ സംസാരിച്ചപ്പോൾ ഇപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഒന്നല്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ പണിക്ക് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ജോലിക്ക് തന്നെ ഇങ്ങനെ പോവാം, നോ പ്രോബ്ലം. പക്ഷേ അതുകൊണ്ടൊന്നും ഇവിടെ ഒന്നും മാറാൻ പോണില്ല. അതായത് എന്നും രാവിലെ ആവുന്നത് പോലെ എന്നും രാത്രി ആവുന്നത് പോലെ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകും, നമ്മുടെ കുടുംബം ഇതേപോലെ മുന്നോട്ട് പോകും. അതായത് ഇപ്പം കടന്നു പോകുന്ന രൂപത്തിൽ ദാരിദ്ര്യത്തിലൂടെ തന്നെ കടന്നു പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നീ മാറുമ്പോൾ നമ്മുടെ കുടുംബം രക്ഷപ്പെടും, നീ രക്ഷപ്പെടും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൊസൈറ്റി രക്ഷപ്പെടുന്നവർ. ആ ഒരൊറ്റ വാക്കിൻ്റെ പുറത്താണ് ഞാൻ എൻ്റെ ഉള്ളിലൊരു ദൃഢനിശ്ചയം വെച്ചത്. ഞാൻ പഠിക്കും, പഠിച്ച് ജോലി വാങ്ങും, എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. മക്കളെ, ഞാനിതൊരു പൊങ്ങച്ചം പറയുന്നതല്ല. ഇപ്പോൾ എൻ്റെ നാട്ടിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു വീട് അവിടെ പണി നടക്കുന്നുണ്ട്. ഞാൻ എഡ്യൂക്കേറ്റഡ് ആയതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ്. ഒരുപക്ഷെ ഞാൻ ചിലപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ വീടെടുക്കും. പക്ഷെ ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് അന്ന് എൻ്റെ ഉപ്പ പറഞ്ഞ ഒരൊറ്റ വാക്കിൻ്റെ പുറത്താണ്. കുടുംബത്തിൻ്റെ എല്ലാ ദാരിദ്ര്യം പോയി, കുടുംബം ഇപ്പോൾ കുഴപ്പമില്ലാത്ത. ഞാൻ അതിനോട് ആരോടാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ആ ഒരൊറ്റ വാക്കിൻ്റെ പുറത്താണ്. ഒരുപക്ഷെ ആ ഒരു വാക്ക് ദൈവത്തിൻ്റെ വാക്കായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ക്വിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയെന്ന് പറഞ്ഞ് വഴിചാരാം, ടെക്സ്റ്റ് ബുക്ക് മാറിയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വഴിചാരാം, ക്വസ്റ്റ്യൻ പേപ്പർ ടഫായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാം, ടീച്ചേഴ്സ് ഞങ്ങൾ കൃത്യമായി പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാം. പക്ഷേ മാർക്ക് വരുമ്പോൾ അത് നിങ്ങളെ ബാധിക്കുന്ന കേസാണ്, നിങ്ങളുടെ പേരിലാണ്. ഒരിക്കലും വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരിലല്ല മാർക്ക് വരാം, ഒരിക്കലും നിങ്ങളുടെ പാരൻസിൻ്റെ പേരിലല്ല മാർക്ക് വരാം. മാർക്ക് വരുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലാണ്. ഓണപ്പരീക്ഷ ഇങ്ങനെ കഴിഞ്ഞതിനെപ്പറ്റി നമുക്ക് ചിന്തിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പോയതിനെപ്പറ്റി ചിന്തിക്കരുതെന്നാൽ ചിന്തിക്കണം. പോയതിൽ എന്ത് വീഴ്ച പറ്റി? സത്യസന്ധമായിട്ട് പറ. നിങ്ങൾ രാപ്പകലുകളോളം പഠിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടാത്തതാണോ? അതോ തലേ ദിവസം മാത്രം ഒന്ന് മറച്ചു നോക്കി എല്ലാ വർഷത്തെ പോലെ എക്സാമിൻ്റെ തലേന്ന് നോക്കി പോയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? സത്യസന്ധമായിട്ട് പറ. യെസ്, നിങ്ങൾ പഠിക്കാത്ത പ്രശ്നം തന്നെയല്ലേ? മക്കൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കും, ഒരു ബിഗ് ചേഞ്ച് തന്നെ സംഭവിക്കും. മക്കളെ, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്കൊരു മെൻറ്റർഷിപ്പിൻ്റെ ഒരു ആവശ്യമില്ലേ? നിങ്ങൾക്കൊരാളുടെ സപ്പോർട്ടിൻ്റെ ഒരു ആവശ്യമില്ലേ? എന്നാൽ ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് അതിനായിട്ട് മാത്രമുള്ള, അതായത് 1 മുതൽ പഠിപ്പിച്ച് ഡിസംബർ 31 ആകുമ്പോഴേക്കും ഫുൾ ചാപ്റ്റർ നമ്മൾ തീർക്കും. ഫുൾ ചാപ്റ്റർ തീർത്ത് കൃത്യമായിട്ടുള്ള റിവിഷൻ തരും. മക്കളെ, ഞാൻ തുടക്കത്തിലുള്ള ആ കഥയിലേക്ക് തന്നെ വീണ്ടും പോട്ടെ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തണോ? അത് ഇപ്പോൾ കുടുംബം പോകുന്ന രൂപത്തിൽ ദാരിദ്ര്യത്തിലൂടെ അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്നിട്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും, സാറേ സ്കില്ലുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ സാറേ പൈസ എല്ലാത്തിൻ്റെ മെയിൻ സംഭവങ്ങൾ ആയിരിക്കാം. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, അംബാനിയുടെ മക്കൾ ആരെങ്കിലും 1-ാം ക്ലാസ്സിൽ പോവാതെ നേരെ അവർക്ക് ഇഷ്ടം
ഇഷ്ടം പോലെ, അതായത് എത്ര തലമുറ വേണമെങ്കിലും ജീവിക്കാനുള്ള പൈസ അവരുടെ കയ്യിലുണ്ട്. എന്നാൽ പോലും അംബാനിയുടെ മക്കളും മക്കളുടെ മക്കളൊക്കെ ഒരു പക്ഷേ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിലും ഏറ്റവും നല്ല സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നില്ലേ. യൂസഫ് അലിയുടെ, അതായത് ലുലുമാളിൻ്റെ ഒക്കെ എത്രയോ ലുലുമാളുണ്ട്. ഒരു ലുലുമാൾ വിറ്റാൽ തന്നെ ഒരു തലമുറക്ക് ജീവിക്കാൻ വേണമെങ്കിൽ. പക്ഷെ എന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ. എഡ്യൂക്കേഷൻ ഈസ് മസ്റ്റ് എന്നാണ്. അത് മസ്റ്റായിട്ട് കൊടുക്കേണ്ട സംഭവമാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ വളർന്നു വന്നുകൊണ്ടാണ്. നിങ്ങളുടെ ഒരു രൂപ ഇവിടെ നഷ്ടമാവില്ല. നിങ്ങളിവിടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ജോയിൻ ചെയ്യുമ്പോൾ ഞങ്ങളെങ്ങാനും പെട്ടുപോകുമോ, ഞങ്ങളൊക്കെ പറ്റിക്കപ്പെട്ടു പോകുമോ എന്നുള്ളത് ഞാൻ പറയുന്നൊരു വാക്ക് സത്യസന്ധമായിട്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാണ്. ഒരു രൂപയുടെ വാല്യൂ മനസ്സിലാക്കി വളർന്നവനാണ്. ഒരു രൂപ താഴെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങനെ കണ്ടില്ല എന്ന് അടിച്ചു വരാൻ കഴിയില്ല. ആ ഒരു രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ എടുത്തിട്ടുണ്ട് താഴെ നിന്ന് കിട്ടുന്ന പൈസ. അങ്ങനെയൊക്കെ എടുക്കാൻ പാടില്ല, അത് അർഹരായ ആൾക്കാരെ ഏൽപ്പിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ താഴെ നിന്ന് കിട്ടിയ പൈസ ഞാൻ എടുത്തിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ, 4ാം ക്ലാസ്സിലും 3ിലൊക്കെ പഠിക്കുമ്പോൾ. കാരണം ആ ഒരു രൂപക്ക് മിഠായി കിട്ടുമെന്നുള്ള എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. വീട്ടിൽ നിന്ന് അത് കിട്ടാനുള്ള വകുപ്പില്ലാത്തതാണ്. പക്ഷെ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഭയങ്കര സാമ്പത്തികമായിട്ട് ഭയങ്കര മുന്നോക്കം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇപ്പം കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളും കുടുംബത്തെ രക്ഷപ്പെടുത്തുന്ന ഒരുവനായി തീരണമെന്നുണ്ടെങ്കിൽ പാരൻസ് മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പോൾ പാരൻസിന് തല ഉയർത്തി എൻ്റെ മോനാണിത്, എൻ്റെ മോളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തോളിൽ ചേർത്ത് പിടിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ, അവരെ ഹാപ്പി ആക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഇനിയെങ്കിലും നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. പോയ കാര്യത്തെപ്പറ്റി ചിന്തിക്കണം. ഇനി അത് ആവർത്തിക്കരുത് എന്ന്, അന്ന് പറ്റിയ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ അടിപൊളിയായിട്ട് പഠിക്കണം. കൂടെ തന്നെ ഉണ്ട് എപ്പോഴും. നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുന്നത്, എന്നെ നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുന്നത്, അതുവരെ കൂടെ തന്നെയുണ്ട്. നമുക്ക് ഒരുമിച്ച് ഈ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിലൂടെ മുന്നോട്ട് പോകാം. ഏറ്റവും നല്ല മാർക്ക് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാണ്. അടുത്ത ക്രിസ്മസ് എക്സാമിൻ്റെ മുമ്പ് തന്നെ അത് തെളിയുക തന്നെ ചെയ്യും. വിത്ത് പ്രൂഫോട് കൂടിയാണ് പറയുന്നത്. കാരണം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരുപാട് കുട്ടികൾ വൻ മാറ്റത്തിനാണ് വിധേയരായിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളും അതേപോലെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.